രാധേകർണൻ. അധ്യായം 22. ദുര്യോധനൻ മുന്നോട്ടാഞ്ഞ് മുഷ്ടികൾ ചുരുട്ടി കലങ്ങിയ കണ്ണുകളാൽ എല്ലാവരെയും നോക്കി പറഞ്ഞു: ഗുരുദേവനായ കൃപാചാര്യർ വീര്യത്തെ ക്രൂരമായി അവഹേളിക്കുന്നു. ക്ഷത്രിയനാകാൻ കർണന് എന്തിന്റെ കുറവാണുള്ളത്? ധർമ്മശാസ്ത്രമനുസരിച്ച് ആരെയാണ് ക്ഷത്രിയനെന്ന് വിളിക്കുന്നത്? ബാഹുക്കൾക്ക് കരുത്തേറിയവനെ, സ്വന്തമായി രാജ്യമുള്ളവനെ, രാജകുലത്തിൽ ജനിച്ചവനെ. ഈ കർണൻ തന്റെ പുരുഷാർത്ഥം ഇവിടെ പ്രകടമാക്കി. താൻ ക്ഷത്രിയനാണെന്ന കാര്യം ഇവിടെ സ്പഷ്ടമാക്കി കഴിഞ്ഞു. എന്നിട്ടും ആർക്കും തൃപ്തിയായില്ലെങ്കിൽ ഞാൻ ദുര്യോധനൻ കർണൻ ക്ഷത്രിയനാണെന്ന് തറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. മാത്രമല്ല, ആ ദ്വന്ദ്വയുദ്ധം ആവശ്യവുമാണ്. ഞാൻ യുവരാജാവായ ഈ ദുര്യോധനൻ പ്രഖ്യാപിക്കുന്നു. ഇപ്പോൾ ഈ മണ്ഡപത്തിൽ എല്ലാവരുടെയും സമക്ഷം ഈ വീരനും തേജസ്വിയും ധീരനുമായ കർണനെ ഞാൻ അംഗരാജ്യത്തിലെ രാജാവാക്കുന്നു. മഗധത്തിനടുത്തുള്ള അംഗരാജ്യം ഇന്ന് വരെ കൗരവരുടെ ആധിപത്യത്തിലായിരുന്നു. അതിന് ഈ നിമിഷത്തിനു ശേഷം കർണന്റേതായി തീരും. കർണൻ അംഗരാജാവാകും. എങ്ങും നിശബ്ദത. ദുര്യോധനൻ ഭൃത്യരെ കൈകാട്ടി വിളിച്ചു. ഉടൻ നിരവധി സേവകർ മണ്ഡപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അയാൾ എല്ലാവർക്കും നിർദ്ദേശങ്ങൾ നൽകി. സിംഹാസനം കൊണ്ടുവരൂ, അഭിഷേകത്തിന് വെള്ളം കൊണ്ടുവരൂ, പുരോഹിതനെ വിളിച്ചു കൊണ്ടുവരൂ. അല്പനിമിഷത്തിനുള്ളിൽ ഒരു സ്വർണ്ണ സിംഹാസനം എത്തി. പിറകെ തന്നെ അഭിഷേകത്തിന് വെള്ളവും രാജവസ്ത്രവും എത്തി. അതിനു മീതെ ഒരു സ്വർണ്ണ കിരീടവും തിളങ്ങുന്ന വാളുമുണ്ടായിരുന്നു. അതിനു പിന്നാലെ തന്നെ 2 വൃദ്ധ ബ്രാഹ്മണരുമെത്തി. എല്ലാവർക്കും പുഷ്പം വീതിച്ചു കൊടുത്തു. എങ്ങും ചന്ദന തൈലത്തിന്റെയും കസ്തൂരിയുടെയും ഗന്ധം പരന്നു. ദുന്ദുബിയും ഉടുക്കും മുഴങ്ങിത്തുടങ്ങി. കളരിയാകെ ഒരു മംഗളകർമ്മത്തിന്റെ വേദിയായി രൂപാന്തരപ്പെട്ടു. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് മനസ്സിലായില്ല. ഇത്തരത്തിൽ ഒരുക്കങ്ങൾ നടക്കുമ്പോൾ ദുര്യോധനൻ എന്റെ കൈപിടിച്ച് ആ സിംഹാസനത്തിലിരുത്തിച്ചു. വൃദ്ധബ്രാഹ്മണർ ഈണത്തിൽ പവിത്ര മന്ത്രങ്ങൾ ഉരുവിട്ടു തുടങ്ങി. അല്പം മുമ്പ് വെല്ലുവിളികളും തർക്കങ്ങളും കയ്യടികളും മുഖരിതമായ സ്ഥലത്ത് ഇപ്പോൾ മന്ദധ്വനി മുഴങ്ങുകയാണ്. എന്റെ ശിരസിൽ ഗംഗ, യമുന, സരസ്വതി, സിന്ധു തുടങ്ങി ആര്യവർത്തത്തിലെ സമസ്ത നദികളിലെയും പുണ്യജലം കുടയപ്പെട്ടു. ഒരു വശത്ത് ആ ജലത്താൽ എന്റെ ശിരസ് നനയുകയായിരുന്നെങ്കിൽ മറുവശത്ത് യുവരാജാവായ ദുര്യോധനന്റെ ആത്മാർത്ഥ സ്നേഹത്തിൽ എന്റെ മനസ്സ് ഈറനണിയുകയായിരുന്നു. അദ്ദേഹത്തിന്റെ മനസ്സ് എത്ര വിശാലമാണ്! അദ്ദേഹം ഇന്ന് മുമ്പോട്ട് വന്നില്ലായിരുന്നുവെങ്കിൽ ഈ ചിന്തയിൽ എന്റെ ശരീരം വിറപൂണ്ടു. കർണൻ തന്റെ ജീവിതത്തിൽ ചുരുക്കം ചിലരെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. പിതാവിനെ, മാതാവിനെ, വൃഷാലിയെ, പിന്നെ അശ്വത്ഥമാവിനെ, പിന്നെ ഭീഷ്മ പിതാമഹനെ, ഇപ്പോൾ യുവരാജാവായ ദുര്യോധനെ. എന്നാൽ ഇപ്പോൾ മറ്റുള്ളവരെയെല്ലാം അപേക്ഷിച്ച് ദുര്യോധനൻ ഭിന്നനാണ്. കാരണം അപമാനത്തിലാണ്ടുപോയ എന്നെ തന്റെ കൈതന്ന് സഹായിച്ചത് അയാളാണ്. ഈ കർണന്റെ ഹൃദയത്തിന്റെ ഒരു കോണിൽ യുവരാജാവായ ദുര്യോധനു വേണ്ടി മാത്രം സ്ഥാനമുണ്ടാവും. ഞാൻ മനസ്സാ തീരുമാനിച്ചു. അദ്ദേഹം ഒരു സ്വർണ്ണ കിരീടം എന്റെ ശിരസിൽ അണിയിച്ചു. ചുമലിൽ രാജവസ്ത്രമിട്ട കയ്യിൽ തിളങ്ങുന്ന വാളുമായി അത് യഥേഷ്ടം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചുറ്റി നടന്ന് ഉച്ചത്തിൽ അലറി: അംഗരാജാവായ കർണന്! എല്ലാവരും അയാളോട് ചേർന്ന് ഉച്ചത്തിൽ വിളിച്ചു: ജയ്! എന്റെ മനസ്സ് ദുര്യോധനന്റെ ഈ അതുല്യമായ സാഹസത്തിനു മുൻപിൽ പ്രണമിച്ചു. അദ്ദേഹത്തെ കെട്ടിപ്പുണർന്നാലോ എന്ന് ഞാൻ ആഗ്രഹിച്ചു. സമസ്ത നഗരവാസികളും അംഗരാജാവായ കർണന് ജയാരവം മുഴക്കുകയാണ്. 6 വർഷമായിട്ടും ഗുരുദ്രോണന് സാധിക്കാത്തത്, കൃപാചാര്യർക്ക് സാധിക്കാത്തത്, ഒരുപക്ഷെ ഇനി ഒരിക്കലും അവർക്ക് ചെയ്യാൻ കഴിയാത്തത് ഒരു നിമിഷത്തിൽ ദുര്യോധനൻ ചെയ്തു കാണിച്ചു. അപമാനത്തിൽ നിന്നും എന്നെ രക്ഷിച്ചു. നഗരവാസികൾ ചുറ്റും നിന്ന് എന്റെ മേൽ പുഷ്പവൃഷ്ടി ചൊരിഞ്ഞു. അവരുടെ സ്നേഹത്തിൽ എന്റെ മനസ്സ് കുളിർത്തു. ഇന്ന് എന്റെ ഭുജത്തിന്റെ മാറ്റുരയ്ക്കുന്ന ദിവസമാണ്. അർജുനന് പ്രാണൻ നഷ്ടപ്പെടും. ഈ സമയത്ത് എനിക്ക് ആശീർവാദം ആവശ്യമായിരുന്നു. സ്വന്തം മാതാവിന്റെ ആശീർവാദം. പിതാവ് മാത്രം ഹസ്തിനാപുരിയിലുണ്ട്. പക്ഷേ ഈ ജനക്കൂട്ടത്തിനിടയിൽ അദ്ദേഹം എവിടെയാണെന്ന് കണ്ടുപിടിക്കുക വിഷമമാണ്. എന്റെ കണ്ണുകൾ കളരിയാകെ പരതി. അങ്ങ് ദൂരെ കളരിയുടെ പ്രധാന കവാടത്തിൽ പിതാവ് നിൽപ്പുണ്ട്. ഞാൻ വൃഷാലിയെ നോക്കി.
എൻ്റെ കണ്ണുകളുടെ ഭാഷ അവൾ ശരിക്കും മനസ്സിലാക്കി. പെട്ടെന്ന് വൃഷാലി 2 കൈകൊണ്ടും ആളുകളെ മാറ്റി പിതാവിൻ്റെ അടുത്തെത്തി. ഒരു കൈകൊണ്ട് പിതാവിനെ പിടിച്ച് മറ്റേ കൈകൊണ്ട് ആളുകളെ മാറ്റി വൃഷാലി എൻ്റെ സമീപത്തേക്ക് കൊണ്ടുവന്നു. ഞാൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റു. ദ്വന്ദ്വയുദ്ധത്തിന് വെല്ലുവിളി നടത്തുകയാവുമെന്ന് ജനം വിചാരിച്ചു. പക്ഷേ എൻ്റെ മനസ്സ് പിതാവിനെ കാണാൻ വെമ്പൽ കൊള്ളുകയായിരുന്നു. എനിക്ക് അദ്ദേഹത്തിൻ്റെ ആശീർവാദം ആവശ്യമായിരുന്നു. ഞാൻ കുനിഞ്ഞ് കിരീടമണിഞ്ഞ ശിരസ് അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ അണച്ചു. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് അടർന്നു വീണ 2 അശ്രുകണങ്ങൾ എൻ്റെ ശിരസിൽ പതിച്ചു. ഞാൻ ധന്യനായി. ഗംഗ, യമുന, സരസ്വതി എന്നീ നദികളിലെ പുണ്യജലം തളിച്ച എൻ്റെ ശിരസിൽ പിതാവിൻ്റെ സ്നേഹം നിറഞ്ഞ അശ്രുബിന്ദുക്കളും പതിച്ചു. ഇപ്പോൾ അംഗരാജാവായി എൻ്റെ അഭിഷേകം പൂർത്തിയായി. എന്നെ പിടിച്ചുയർത്തി വിറയാർന്ന സ്വരത്തിൽ അദ്ദേഹം വിളിച്ചു, കർണ. എൻ്റെ വായിൽ നിന്നും അതേപടി പിതാവേ എന്ന വിളിയുയർന്നു. അദ്ദേഹം എന്നെ കൈക്കുള്ളിലൊതുക്കി. കളരിയാകെ ശ്വാസം പിടിച്ച് ഞങ്ങളുടെ ആശ്ലേഷം കണ്ടുനിന്നു. മണ്ഡപത്തിൽ നടക്കുന്ന എന്തെന്ന് നിമിഷനേരം ആർക്കും മനസ്സിലായേയില്ല. ദ്വന്ദ്വയുദ്ധം കാണാനുള്ള അക്ഷമയായിരുന്നു എങ്ങും. രാധേയ കർണൻ അടുത്ത അധ്യായത്തിൽ തുടരും.